നമസ്കാരം. എംഫോർമിക്കിൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഗവൺമെൻറ്റിലും പ്രൈവറ്റിലും വിദേശ രാജ്യങ്ങളിലും വന്നിട്ടുള്ള ഏറ്റവും പുതിയ ജോബ് ഇൻഫർമേഷന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് മറ്റുള്ളവർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനിലോട്ട് പുതിയ ജോബ് വാക്കൻസി വിളിച്ചിട്ടുണ്ട്. പോസ്റ്റ് NDA. ടോട്ടൽ വാക്കൻസി 406. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 17/6/2025. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും കൂടുതൽ വിവരങ്ങൾക്കും വേണ്ടി ജോബ് നോട്ടിഫിക്കേഷൻ സന്ദർശിക്കേണ്ടതാണ്. ഓൺലൈൻ വഴി അപേക്ഷിക്കേണ്ട ലിങ്കും ജോബ് നോട്ടിഫിക്കേഷൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്ന് നമുക്കിപ്പോൾ നോക്കാം. ആദ്യം നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് നോട്ടിഫിക്കേഷൻ എന്നൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ജസ്റ്റ് പ്രസ് ചെയ്യുക. ആ സമയത്ത് നോട്ടിഫിക്കേഷൻ പേജ് ഓപ്പൺ ആക്കും. ഓപ്പൺ ആയ സമയത്ത് നമുക്കതിൽ ഡീറ്റെയിൽസ് മൊത്തം കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്നെല്ലാം അത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയ ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഓൺലൈൻ വഴി അപേക്ഷിക്കാൻ പറ്റുള്ളൂ. നോട്ടിഫിക്കേഷൻ വായിച്ച് മനസ്സിലാക്കിയ ശേഷം വീണ്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയ ശേഷം ഓൺലൈൻ വഴി അപേക്ഷിക്കേണ്ട ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിലോട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ഹോം പേജ് ഓപ്പൺ ആയി വരും. ജസ്റ്റ് ഹോം പേജ് നോക്കിയ ശേഷം അതിനകത്ത് ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ക്രിയേറ്റ് അക്കൗണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു പേജ് ഓപ്പൺ ആയി വരും. ആ ഓപ്പൺ ആയ ശേഷം അതിനകത്ത് എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത് എന്ന് കൊടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ വായിച്ച് മനസ്സിലാക്കിയ ശേഷം താഴെ ഒരു ചെക്ക് ബോക്സ് ഉണ്ട്. ആ ചെക്ക് ബോക്സ് എന്ത് ചെയ്യുക, ജസ്റ്റ് ടിക്ക് ചെയ്തിട്ട് പ്രൊസീഡ് കൊടുക്കുക. പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ മേലെ ഇൻസ്ട്രക്ഷൻ പേജ് ഗ്രീൻ കണ്ടില്ലേ, ഇതുപോലെ ഗ്രീനായി തെളിയും. അതിനുശേഷം നമ്മുടെ മെയിൽ ID അടിച്ചു കൊടുക്കുക. അതിനകത്ത് 2 പ്രാവശ്യം മെയിൽ ID ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ക്യാപ്ചയും ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത ശേഷം ഗെറ്റ് OTP എന്നൊരു ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ OTP നമ്മുടെ മെയിലിലോട്ട് വരും. അതിനുശേഷം അത് ആ കൊടുക്കേണ്ട സ്ഥലത്ത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ മെയിൽ വെരിഫിക്കേഷൻ കഴിഞ്ഞു. പിന്നെ അടുത്തത് മൊബൈൽ ഫോൺ വെരിഫിക്കേഷന്. ഇതേ പ്രൊസീജിയറിന് മൊബൈൽ ഫോൺ നമ്പർ 2 പ്രാവശ്യം ചെയ്യുക. OTP വരും. അതിനുശേഷം ക്രിയേറ്റ് പാസ്വേഡ് എന്ന പോർഷൻ വരും. അവിടെ നമുക്ക് പാസ്വേഡ് വ്യക്തമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും ലോഗിൻ പേജിലോട്ട് പോവുക. ലോഗിൻ പേജിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ കാണുന്ന പഴയ അതേപോലത്തെ പേജ് ഓപ്പൺ ആകും. അതിനകത്ത് അവിടെ ലോഗിൻ കണ്ടില്ലേ, ആ ലോഗിൻ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലൊരു പേജ് ഓപ്പൺ ആയിരിക്കും. ഇതിൽ 3 ടൈപ്പിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്പൺ ചെയ്യാൻ പറ്റും. ഒന്ന് മൊബൈൽ നമ്പറും OTPയും ഉപയോഗിച്ച് ഓപ്പൺ ചെയ്യും. അതല്ലെങ്കിൽ എന്ത് ചെയ്യുമോ, URN പാസ്വേഡും അടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്പൺ ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ മെയിൽ IDയും പാസ്വേഡും വെച്ചിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഏതാണോ നമുക്ക് സൗകര്യമുള്ളത് അതിനനുസരിച്ച് ഓപ്പൺ ചെയ്ത് വയ്ക്കുക. ലോഗിൻ പേജ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ക്രീൻ ആയിരിക്കും അവിടെ തെളിയുന്നുണ്ട്. അതിനകത്ത് അപ്ലൈ നൗ എന്ന് പറയുന്ന ലിങ്കിലോട്ട് ക്ലിക്ക് ചെയ്യുക. അപ്ലൈ നൗ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ പേജ് ആയിരിക്കും ഓപ്പൺ ആയി വരിക. ഇതിനകത്ത് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, അഡ്രസ്സ്, ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്ത് വ്യക്തമായിട്ട് ഫില്ല് ചെയ്യണം. ഫിൽ ചെയ്ത ശേഷം സബ്മിറ്റ് എന്ന ബട്ടൺ അമർത്തി സബ്മിറ്റ് കൊടുക്കുക. അതോടെ ഓൺലൈൻ
പോർഷൻ കംപ്ലീറ്റ് ആയി. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനിലോട്ട് പുതിയ ജോബ് വാക്കൻസി വിളിച്ചിട്ടുണ്ട്. പോസ്റ്റ് CDS. ടോട്ടൽ വാക്കൻസി 453. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 17/6/2025. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും കൂടുതൽ വിവരങ്ങൾക്കും വേണ്ടി ജോബ് നോട്ടിഫിക്കേഷൻ സന്ദർശിക്കുക. ഓൺലൈൻ വഴി അപേക്ഷിക്കേണ്ട ലിങ്കും ജോബ് നോട്ടിഫിക്കേഷൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഈ ജോലികൾക്ക് താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഇന്ന് തന്നെ ഓൺലൈൻ വഴി അപേക്ഷിക്കേണ്ടതാണ്. ഈ ജോലി സംബന്ധിച്ചിട്ടോ അല്ലെങ്കിൽ ഓൺലൈൻ വഴി അപേക്ഷിക്കേണ്ട വിധം സംബന്ധിച്ചിട്ടോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ചെയ്യേണ്ടതാണ്. തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും.